ബി.ജെ.പി. സർക്കാരിന്റെ സ്വകാര്യവൽക്കരണത്തിലൂടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പിന്നോക്ക വിഭാഗക്കാരുടെ തൊഴിലവസരങ്ങൾ ഗണ്യമായി കുറഞ്ഞെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ആദിവാസി അധികാര രാഷ്ട്രീയവും സെന്റർ ഫോർ ആദിവാസി റിസർച്ച് ഡെവലപ്മെന്റും ചേർന്ന് ദില്ലിയിൽ സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷന് ശേഷം സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്. ആദിവാസികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാനങ്ങൾ തോറും പ്രചാരണം നടത്താൻ ഗവർണർമാർക്ക് നിവേദനം നൽകുവാനും കൺവെൻഷൻ തീരുമാനിച്ചു. മോദി സർക്കാരും സംസ്ഥാന സർക്കാരുകളും ആദിവാസികളുടെ തൊഴിലവസരങ്ങൾ വൻതോതിൽ ഇല്ലാതാക്കുകയാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. സ്വകാര്യവൽക്കരണം, കരാറുവൽക്കരണം, ഡെപ്യൂട്ടേഷൻ എന്നിവയിൽ നടത്തുന്ന നിയമനങ്ങൾ ആദിവാസികൾക്ക് വൻതോതിൽ തൊഴിലവസരം നഷ്ടപ്പെട്ടു. The whole issue of privatization, many of these jobs which are lost have been lost to contractorization, outsourcing across government sectors. So all such jobs which are outsourced jobs must have reservation. കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ ഒഴിവുകൾ നികത്താത്തത് ആദിവാസികളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. 2018 ശേഷം കേന്ദ്ര സർക്കാർ സംവരണത്തിന്റെ പൂർണ്ണചിത്രം പുറത്തുവിട്ടിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും സംവരണം ലഭ്യമല്ല. പൊതുമേഖലാ ബാങ്കുകൾ, LIC, കേന്ദ്ര ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ആദിവാസികളുടെ കണക്കും ലഭ്യമല്ല. ഏകലവ്യ മോഡൽ സ്കൂൾ അധ്യാപക നിയമനം കേന്ദ്രം ഏറ്റെടുത്തത് ആദിവാസികളുടെ തൊഴിലിനും സംസ്കാരത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് കൺവെൻഷൻ വിലയിരുത്തി. സ്വകാര്യ മേഖലയിൽ സംവരണം അടിയന്തരാവശ്യമാണെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് ആദിവാസികളുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാനങ്ങൾ തോറും പ്രചാരണം നടത്താനും ഗവർണർമാർക്ക് നിവേദനം നൽകാനും കൺവെൻഷൻ തീരുമാനിച്ചു. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, രാഷ്ട്രീയ മഞ്ച് ചെയർമാൻ ജിതേന്ദ്ര ചൗധരി, കൺവീനർ പുലിൻ ഭാസ്കെ, പ്രൊഫസർ വികാസ് റാവൽ, ധുലെ ചന്ദ് എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദില്ലി.